+1 നേരത്തെ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ ഈ പറയുന്ന പോലെ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. ഇതിലെല്ലാ ഉത്തരങ്ങളും കൃത്യമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മകളെ, നിങ്ങൾക്കറിയാം നമ്മുടെ +1ൻ്റെ അഗ്നി ബാച്ചിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് May 8-നാണ്. അപ്പം അങ്ങനെ ആ ഒരു വിവരം കേട്ടപ്പോൾ കുറേ പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ജോയിൻ ചെയ്തവരും ജോയിൻ ചെയ്യാത്തവരും ഒക്കെ ചിന്തിക്കുന്നുണ്ടോ, എന്തിനാണ് സാർ ഇത്രയും നേരത്തെയൊക്കെ ബാച്ച് തുടങ്ങുന്നത്? നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല, ഇനി അതിൻ്റെ അലോട്ട്മെൻറ്റ് വരാണ്ട്, എന്നിട്ടൊക്കെയല്ലേ സ്കൂൾ തുടങ്ങുള്ളൂ, പിന്നെ എന്തിനാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ച് മാത്രം നേരത്തെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ ഞാൻ റിയാലിറ്റി പറഞ്ഞുതരാം. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പഠിച്ച് തുടങ്ങിയില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാവുമോ? വലിയ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂൾ തുടങ്ങുന്ന ആ ടൈം ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കുട്ടികൾ വാങ്ങിച്ചെടുക്കാറുമുണ്ട്. പക്ഷെ അത് ഈസി പ്രോസസ്സായിരിക്കുമോ? ഒരിക്കലുമല്ല. കുറച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നേരെ മറിച്ച് നിങ്ങൾ നേരത്തെ തുടങ്ങിയാൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നേരത്തെ എന്ത് തുടങ്ങിയാൽ വെറുതെ എന്തെങ്കിലും ബ്രിഡ്ജ് കോഴ്സ് മാത്രം പഠിച്ചു തുടങ്ങിയല്ല, പ്രോപ്പറായിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ. ഓക്കെ, അതെന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ നേരത്തെ തുടങ്ങേണ്ട ആവശ്യം? സ്കൂളൊക്കെ പിന്നീടല്ലേ തുടങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിനും അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടല്ലേ അവർ സ്കൂൾ പിന്നീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര തന്നെ പോരെ എന്ന് ആലോചിക്കുന്നവർക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ വളരെ ലോജിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഫസ്റ്റ് കാര്യം, ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് നമ്മുടെ സിലബസ് ലോഡ് എത്രയാണെന്നാണ്. ഓക്കെ, അതായത് കുറേ പഠിക്കാനുണ്ടെങ്കിൽ നേരത്തെ തുടങ്ങിയാൽ പോരെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 9ാം ക്ലാസ് 8ാം ക്ലാസ് കഴിയുമ്പോഴേ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം 9ാം ക്ലാസ്സിൽ സിലബസ് കുറച്ചേ ഉള്ളൂ, കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിൽ കുറച്ച് കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിനും പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചല്ലേ പഠിക്കാനുള്ളൂ. ഓക്കെ, പക്ഷേ +1ലെ സിലബസ് അങ്ങനെയാണോ? അല്ല. ഒരു +1 വിദ്യാർത്ഥിയുടെ ബുദ്ധിക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ പഠിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ സിലബസിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. 60ഓളം ചാപ്റ്റേഴ്സാണ് +1 സയൻസിൽ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ മാത്രം പഠിക്കാനുള്ളത്. അതുകൂടാതെ ലാംഗ്വേജസും വേറെ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും സിലബസ് കുറച്ചധികം ഉണ്ട്. പിന്നെ നിങ്ങൾ ആയിരിക്കും സാർ 60 ചാപ്റ്ററൊക്കെ നമ്മുടെ SSLCയിൽ സോഷ്യൽ സയൻസ് കൂട്ടിയാൽ, അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. +1 ഫിസിക്സിലെയും കെമിസ്ട്രിയിലും ബയോളജിയിലും മാത്സിലെയും ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SSLCയിലെ ഫിസിക്സിലെ കെമിസ്ട്രി ബയോളജിയിലെയും ഒരു 2 അല്ലെങ്കിൽ 3, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ 2.5 ചാപ്റ്റേഴ്സിന് തുല്യമായിട്ടുള്ള കണ്ടൻറ്റാണുള്ളത്. ഇപ്പോൾ +1 ഫിസിക്സിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ SSLCയിൽ 2.5 ചാപ്റ്റർ പഠിക്കുന്ന അത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത്രത്തോളം കണ്ടൻറ്റാണ് ഓരോ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ SSLCയിൽ ഒരു ചാപ്റ്റർ +1 ഒരു ചാപ്റ്ററും ഒരിക്കലും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് കണ്ടൻറ്റ് വൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് കുറച്ചധികം വാസ്റ്റാണ്. സോ തീർച്ചയായിട്ടും നേരത്തെ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ മെയ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സ്കൂൾ തുറക്കാൻ എന്താണ് ഇനിയും സമയമുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും അദ്ദേഹം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ സബ്ജക്റ്റിലും 3-4 ചാപ്റ്റേഴ്സ് വീതം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്കൂൾ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് ആ ടൈം ലൈനിൽ തീർത്ത് അവസാനം ആ റിവിഷനും കൂടി എക്സ്ട്രാ ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ സ്കൂളിൽ തുടങ്ങിയാലും നിങ്ങൾക്ക് സിലബസ് തീർക്കാൻ പറ്റും. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓടി പഠിച്ച് പോകേണ്ടി വരും. മാത്രമല്ല അവസാനം റിവിഷനൊക്കെ സമയം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നല്ല സ്പീഡിൽ പോകേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ആ സ്പീഡിൽ പോയില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. മനസ്സിലായില്ല? ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. റിയാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സിലബസ് മാത്രമല്ല, സാർ ഇതൊക്കെ ഡിഫിക്കൽട്ടാണോ ഭയങ്കര? കാരണം ഈ സിലബസ് കുറേ ഉണ്ട്, എന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെയും +1 നിങ്ങളെ +1കാർ സയൻസുകാർ പ്രത്യേകിച്ച് നിങ്ങളെ +1 സിലബസ് നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കും. സയൻസുകാർ മാത്രമല്ല കോമേഴ്സുകാർക്കൊക്കെ സെയിമാണ്. ഡിഫിക്കൽട്ടി SSLC പോലെയല്ല. നിങ്ങളുടെ മൊത്തത്തിൽ ലെവൽ എന്ത് ചെയ്യും, ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് ചാടും. ഓക്കെ, അതായത് സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ് പഠിക്കുന്നില്ല, ഇപ്പോൾ 9ാം ക്ലാസ് ഈ ലെവൽ, 8ാം ക്ലാസ് ഈ ലെവൽ, 9ാം ക്ലാസ് ഈ ലെവൽ, 10ാം ക്ലാസ് കുറച്ചും കൂടി ലെവൽ അല്ലേ. നിങ്ങൾ വലിയ വലിയ ഡിഫറൻസ് ഡിഫിക്കൽട്ടിയിൽ തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുക 10ാം ക്ലാസ് +1ലേക്ക് ഇത്രയും അല്ല, +1ലേക്ക് ഇത്രയും ലെവലായിരിക്കും ഉണ്ടാവുക. കാരണം അത്രയും അഡ്വാൻസ് കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഒരു CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഞാൻ ഒരു ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നല്ല, റിയാലിറ്റി പറഞ്ഞു തരുന്നുള്ളൂ. CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അവരെന്താണ് മൊത്തത്തിൽ കുറച്ചൊന്ന് എലവേറ്റഡ് ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചാട്ടം ചാടിയാൽ മതി. സാർ അവർ അടിപൊളി ആയതുകൊണ്ടാണോ? അല്ലല്ല, അവരുടെ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് ടഫ് ആയതുകൊണ്ടാണ്. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അവരെടുത്ത് നോക്കിയാൽ അത് കുറച്ച് ടഫ് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആരെയും ഒന്നും കുറ്റം പറയാനോ അല്ലെങ്കിൽ താഴ്ത്തിയോ പൊങ്ങി കാണിക്കാനോ എന്നല്ല, പക്ഷേ റിയാലിറ്റി പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാട്ടം ഒരു സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ആ ചാട്ടം കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു പ്രശ്നം. അത് നമുക്ക് ക്ലാസ്സുകളിലും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും നമ്മുടെ ബാച്ചിലെ ടീച്ചേഴ്സും എല്ലാം നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ബ്രിഡ്ജ് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാവുന്നുള്ളൂ. പക്ഷേ ഈ ലെവൽ ഇവിടെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ അവിടുന്ന് ചാടണം, മറ്റൊരു കുറച്ച് ചാടിയാൽ മതി. പക്ഷേ ആര് എവിടേക്ക് ചാടുകയാണെങ്കിൽ ലെവൽ ഡിഫിക്കൽട്ടി ലെവൽ അങ്ങ് കുറച്ച് ടഫ് തന്നെയായിരിക്കും. സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണ്, +1 +2 ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കൂടുതൽ സമയം കിട്ടും. ലേറ്റായി തുടങ്ങിയാൽ, അതായത് സ്കൂളൊക്കെ തുടങ്ങി മെല്ലെ തുടങ്ങിയാൽ മനസ്സിലാക്കി എടുക്കാനുള്ള സമയം കുറവായിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടി വരും, കൂടുതൽ സമയം പെർ ഡേ പഠിക്കേണ്ടി വരും. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ തുടങ്ങിയാൽ അതിൻ്റെ വളരെ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി കുറയില്ല. നിങ്ങൾ നേരത്തെ തുടങ്ങിയുകൊണ്ട് ഡിഫിക്കൽട്ടി കുറയും, ഒരിക്കലും കുറയില്ല. നിങ്ങൾ ആദ്യം പഠിച്ചു കൊടുക്കുമ്പോൾ ഡിഫിക്കൽട്ടി തന്നെയായിരിക്കും, നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ആ ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ, ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടും. ആ സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡിഫിക്കൽട്ടി കുറഞ്ഞു കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി. പിന്നെ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് അറിയും, ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയുണ്ടാവില്ല. സ്കൂളിലെ ക്ലാസ്സുകൾ, അതായത് സ്കൂളിലെ ക്ലാസ്സുകൾ ജനറലി എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ, ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നല്ല ഡെപ്തിലെടുക്കും, സെക്കൻഡ് ചാപ്റ്റർ നല്ല ഡെപ്തിലെടുക്കും, തേർഡ് ചാപ്റ്റർ ഡെപ്തിലെടുക്കും. അപ്പോഴത്തേക്കും എന്താണ് ചിലപ്പോൾ ഓണപ്പരീക്ഷ വന്നിട്ടുണ്ടാവും. അപ്പം കുറച്ചുകൂടി സ്പീഡ് കൂട്ടും, പിന്നെയും മെല്ലെ മെല്ലെ എടുക്കും. അങ്ങനെ അവസാനം സിലബസ് തീർക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും സിലബസ് തീർന്നിട്ടുണ്ടാവില്ല, കുറേ ചാപ്റ്റേഴ്സ് പെൻഡിങ് വരുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എല്ലാ അവസാനത്തെ ചാപ്റ്റേഴ്സ് എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ ചില സ്കൂളുകളിൽ അത് പഠിപ്പിക്കാറില്ല, നിങ്ങളെ ജസ്റ്റ് നോട്ട്സ് മാത്രം തന്നിട്ട് നിങ്ങളോട് സ്വന്തം പഠിക്കാനൊക്കെ പറയും. ഇതൊക്കെയാണ് റിയാലിറ്റി. ഇനി ഇത് സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറ്റം പറയുകയാണോ? ഒരിക്കലും അല്ല. മക്കളെ ഇതേ പറ്റുള്ളൂ. ആരെ കൊണ്ടാണേലും ഏറെക്കുറെ ഇതൊക്കെ പറ്റുള്ളൂ. ഒബ്വിയസ്ലി അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, സ്കൂളുകളുണ്ടാവും. അതിൽ മോശമായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും സ്കൂളുണ്ട്. അത് ഞാനതിനെ പറ്റി പറയാനല്ല, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഭയങ്കര സ്പീഡിൽ പഠിപ്പിച്ചാൽ നിങ്ങൾ പറയില്ല, ഈ ടീച്ചറിനെ പഠിപ്പിക്കാറില്ല പറയില്ല, അല്ല ഒന്നും മനസ്സിലാവില്ല പറയും, മണ്ടത്തരമായി പോയി സയൻസ് എടുത്ത് പറയും. അതുകൊണ്ട് കുറച്ച് സ്ലോ ആക്കിയൊക്കെ പഠിപ്പിച്ചാലും കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ അവസാനത്തേക്ക് സ്ലോ ആക്കി പഠിച്ചുകൊണ്ടിരുന്നാൽ ചാപ്റ്റർ തീരില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി ആയിരിക്കും മിക്ക സ്കൂളിൽ നടക്കുക. ആദ്യം വളരെ സ്ലോ ആയിട്ട് പഠിപ്പിക്കും, എന്നിട്ട് അവസാനമാകുമ്പോൾ സ്പീഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവസാനത്തെ ചാപ്റ്റേഴ്സിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എപ്പം നിങ്ങൾ ലേറ്റ് ആയിട്ട് തുടങ്ങി. നേരത്തെ തുടങ്ങുന്നവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. നേരത്തെ തുടങ്ങുന്നവർക്ക് സ്കൂളിൽ എപ്പോൾ വേണേൽ എടുത്തോട്ടെ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടായിരിക്കും അവിടേക്ക് പോകാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ റിവിഷൻ പോലെയാണ്. അവിടെ മെല്ലെ എടുത്തോട്ടെ, സ്പീഡിൽ എടുത്തോട്ടെ, എങ്ങനെയാണ് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ഇരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു 4-5 ചാപ്റ്റേഴ്സ് മുന്നിലായിരിക്കും നിങ്ങൾ അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം റിയാലിറ്റിയാണ്. ഒബ്വിയസ്ലി ഓരോ സ്കൂളിലും വ്യത്യാസം വരും, പക്ഷേ ഇതാണ് റിയാലിറ്റി. അവസാനത്തെ കാര്യം റിവിഷൻ ടൈം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ അവസാനം റിവിഷന് വേണ്ടി 2 മാസവും കിട്ടും. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിസിക്സിലെ സംബന്ധിച്ചോളം 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ 14 ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞു എല്ലാം. നേരെ പോയി പരീക്ഷ എഴുതിയ മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം 14ാമത്തെ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ ഫുൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്തെടുക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇതിനൊക്കെ സമയം വേണ്ടേ? ഒരു 2 മാസം ഇല്ലാണ്ട് അല്ലെങ്കിൽ 1 മാസം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ സമയവും നമുക്ക് എക്സ്ട്രാ വേണം. ആ സമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, അത് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ നേരത്തെ തുടങ്ങി ആ റിവിഷൻ ടൈം കൂടുതൽ കിട്ടും. അവസാനത്തെ കാര്യം എക്സാം ഡിഫിക്കൽട്ടിയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പോയി എഴുതാൻ പോകുന്ന പരീക്ഷ SSLC പരീക്ഷയുടെ അത്രത്തോളം എളുപ്പമാണോ അത്രത്തോളം അതിനേക്കാളും ബുദ്ധിമുട്ടാണോ? തീർച്ചയായും അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. SSLC പരീക്ഷ പോലെ ആയിരിക്കില്ല +1 പരീക്ഷ, +2 പരീക്ഷ. അതേത് സബ്ജക്റ്റാണ്, സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും. അപ്പോൾ എക്സാമും ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്തതിൻ്റെ എക്സാം എളുപ്പമായിരുന്നു, കറക്ഷനൊക്കെ എളുപ്പമായിരുന്നെങ്കിൽ ഓക്കെ പോട്ടെ, നമുക്ക് മെല്ലെ തുടങ്ങിയാൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷേ എക്സാമും അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഡ്വാൻറ്റേജ് ആ കുട്ടിക്കുണ്ടാവും. നേരത്തെ പ്രോപ്പറായി തുടങ്ങിയാൽ, ഞാനീ പറയുന്നത് ചിലയിടത്തൊക്കെ ഇങ്ങനെ ബ്രിഡ്ജ് കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് കിട്ടില്ല. അത് ആ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ഒന്നും അറിയാത്ത മാത്സിൻ്റെ ബേസിക്സ് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കുട്ടിക്ക് +1 കയറുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായി കിട്ടും. അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ നേരത്തെ തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങണം. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ എങ്ങനെയാണോ സ്കൂളിൽ പഠിക്കുന്നത് അതേ രീതിയിൽ പഠിച്ചു തുടങ്ങിയാലേ ഇതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇനി സാർ എന്നെക്കൊണ്ട് നേരത്തെ ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല.
നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ അവസ്ഥ മൊത്തം കഷ്ടമാവുന്നതാണോ? ഒരിക്കലുമല്ല. അതും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, ബുദ്ധീൻ്റെ കാര്യം പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് +1 പോകാൻ പറ്റും, നല്ല മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങുന്നതിനോടൊക്കെ തുടങ്ങിയാൽ നിങ്ങൾക്ക് തീരെ പറ്റില്ല എന്നാണോ മാർക്ക് വാങ്ങാൻ? അല്ല, നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. എക്സ്ട്രാ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ വർക്ക് ഇടേണ്ടി വരും. ആ വർക്ക് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമാധാനത്തോടെ +1 പോകും. മറ്റേത് നിങ്ങൾ സ്കൂൾ തുടങ്ങുമ്പോൾ എന്തായാലും വർക്ക് ഇടേണ്ടി വരും. കാരണം ഒരു വഴിയില്ല, വർക്ക് ഇടേണ്ടി വരും. പക്ഷെ വർക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരും. കാരണം കൂടുതൽ വർക്ക് ഇടുന്നു, ടെൻഷൻ ആവുന്നു, മറ്റൊരു മാർക്ക് കിട്ടുന്നു, എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, യൂണിറ്റ് ടെസ്റ്റിൽ മാർക്ക് കിട്ടും, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നേരത്തെ തുടങ്ങി അതിൻ്റെ അഡ്വാൻറ്റേജ് വളരെ അധികമായിരിക്കും. എന്ന് വെച്ച് നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ അയ്യോ സാർ എൻ്റെ മൊത്തം വർഷം പോയോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എക്സ്ട്രാ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ സംഭവിക്കും. അതാണ് റിയാലിറ്റി. അപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ഒന്നും കൂടി ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ? അത് ബാച്ചിലായിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് സ്കൂളിൽ കിട്ടി തുടങ്ങുമ്പോൾ കുറച്ചധികം ഡെഡിക്കേഷനോടെ നന്നായിട്ട് പഠിക്കാൻ തീരുമാനിക്കുക. അത് തീരുമാനിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? +1 അതിനുശേഷം +2 നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഒന്ന് വിചാരിച്ചാൽ ഫുൾ മാർക്ക് കൂടി നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് റിയാലിറ്റി. അപ്പോൾ ചിന്തിക്കുക, സ്വയം ഒരു തീരുമാനം ഉണ്ടാക്കുക. പറ്റുമെങ്കിൽ അത് കമൻസിലൊന്നിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് വേണ്ടതെന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.